ഗാസയിൽ കനത്ത വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ 28 പേർ കൊല്ലപ്പെട്ടു, 77 പേർക്ക് പരിക്കേറ്റു. സമാധാന കരാർ വന്നതിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണമാണിത്. ശ്യാമ സദാനന്ദൻ നൽകും വിശദാംശങ്ങൾ. ശ്യാമ, ഈ സമാധാന കരാർ വന്നു, പക്ഷെ അപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്. അതിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഒരു വലിയ ആക്രമണത്തിലേക്കാണ് ഇന്നലെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിലെ സാഹചര്യം എന്താണ്? കഴിഞ്ഞ ദിവസമായിരുന്നു യു എൻ രക്ഷാസമിതിയിൽ US-ന്റെ ഈ ഗാസ സമാധാന കരാർ പ്രമേയം അംഗീകരിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ വലിയൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒക്ടോബർ 10 സമാധാന കരാർ നിലവിൽ വന്നതിനു ശേഷമുള്ള ഏറ്റവും വലിയൊരു ആക്രമണമാണിത്. 28 പേർ കൊല്ലപ്പെടുകയും 77 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തെക്കൻ ഗാസയിലെ അൽമവാസി, ഖാൻ യൂനിസ് തുടങ്ങി വിവിധ പ്രദേശങ്ങളിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ ഗാസ സിറ്റിക്ക് അടുത്തുള്ള സൈത്താനിൽ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ താമസിപ്പിച്ച കെട്ടിടത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ മാത്രം 10 പേർ കൊല്ലപ്പെട്ടു. ഹമാസിനെ ലക്ഷ്യം വെച്ചാണ് ഈ ആക്രമണം എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഹമാസ് ഇസ്രായേൽ സൈനികർക്ക് നേരെ വെടിയുതിർത്തു. അതിൻ്റെ പ്രത്യാക്രമണമായിട്ടാണ് വലിയൊരു ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ ഹമാസ് ഈ വാദം നിഷേധിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഹമാസ് പറയുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും ഗാസയിൽ വംശഹത്യ പുനരാരംഭിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഹമാസ് പറയുന്നത്. എന്തായാലും ലെബനിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു. അവിടെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ കനത്ത ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. സമാധാന കരാർ നിലവിൽ വന്നതിന് ശേഷം പലയിടത്തും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കനത്ത ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 28 പേർ കൊല്ലപ്പെടുകയും 77 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ശ്രുതി. ഓക്കെ, വ്യക്തമാണ്. ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.